കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവം തിരുനാവായയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഗവർണർ RV ആളേക്കർ ധർമ്മധ്വജം ഉയർത്തിയതോടെ ഉത്സവത്തിന് ഔദ്യോഗികമായി തുടക്കമായിരുന്നു. നിളാസ്നാനത്തിലും നിള ആരതിയിലും പങ്കെടുക്കാൻ നിരവധി വിശ്വാസികളാണ് ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായിലെത്തുന്നത്. അരവിന്ദൻ ചേരുകയാണ് വിവരങ്ങളുമായി. അരവിന്ദൻ, ഈ നേരത്തെ മുൻപ് നമ്മൾ സൂചിപ്പിച്ചതാണ് 250 വർഷങ്ങൾ 2.5 നൂറ്റാണ്ടിന് ശേഷമുള്ള ഒരു മഹാമഹം, ഒരുപക്ഷേ സംസ്ഥാനത്ത് കേരളത്തിൽ മഹാമാഘ മഹോത്സവം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. വിവിധ ചടങ്ങുകളോടുകൂടി ഇത് പുരോഗമിക്കുന്നത്. ഇന്നിപ്പോൾ 2ാം ദിവസം എന്തൊക്കെ ചടങ്ങുകളാകും നടക്കുക? സ്വപ്ന, 2.5 നൂറ്റാണ്ടിന് ശേഷം കേരളത്തിൽ സംഘടിപ്പിക്കുന്ന മഹാമാഘ മഹോത്സവം തിരുനാവായിൽ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. ഇന്നലെ ഗവർണർ പതാക ഉയർത്തിയോടുകൂടി ആരംഭിച്ച ചടങ്ങുകൾ 3ാം തീയതി വരെ നീളും. ഇതിൽ എല്ലാ ദിവസവും പ്രധാനമായിട്ടുള്ള ഒരു ചടങ്ങ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും നടക്കുന്ന നിള സ്നാനവും നിള ആരതിയുമാണ്. രാവിലെ 8:45 കൂടിയാണ് നിള സ്നാനം നടക്കുക. ഇതിനായി വിവിധ സ്ഥലങ്ങളിൽ നിന്നായി നിരവധി ഭക്തർ തിരുനാവായയിൽ എത്തുന്നുണ്ട്. ഒപ്പം വൈകിട്ട് സന്ധ്യയ്ക്കാണ് നിള ആരതി നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കാശിയിൽ ഗംഗാരതി നടത്തുന്ന പണ്ഡിറ്റുകളായിരുന്നു ഇത് കഴിഞ്ഞ ദിവസം നിള ആരതിക്ക് തുടക്കം കുറിച്ചത്. ഇന്നും 3ാം തീയതി വരെ ഇത്തരത്തിൽ എല്ലാ വൈകുന്നേരങ്ങളിലും നിള ആരതി നടക്കും. ഇതിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ വിശേഷ ദിവസങ്ങളായി ഇനി 22ാം തീയതി ഗണേശ ജയന്തിയാണ്. അന്ന് പ്രത്യേക പൂജകൾ ഉണ്ടാവും. 23ാം തീയതി വസന്ത പഞ്ചമി ആണ്. 25ാം തീയതി രഥസപ്തമിയാണ്. 26ാം തീയതി ഭീഷ്മലക്ഷ്മിയാണ്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ പ്രത്യേക പൂജകൾ എല്ലാം ഇതിന്റെ ഭാഗമായി മഹാമാഘത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നത് വൈകുന്നേരങ്ങളിൽ നടക്കുന്ന നിള ആരതിയിൽ തന്നെയാണ്. വളരെ ആകർഷകമായ ഒരു ചടങ്ങാണ് ഇത്. നേരത്തെ ഉത്തരേന്ത്യയിൽ കാശിയിലും മറ്റും മാത്രമാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ കണ്ടിരുന്നത്. ഗംഗാരതി ആളുകൾക്കറിയാം, ഉത്തരേന്ത്യയിൽ കുംഭമേളയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. കേരളത്തിലും ഇത്തരത്തിൽ തിരുനാവായിൽ നടക്കുന്ന ഈ നിള ആരതിയിൽ നിരവധി ഭക്തർ പങ്കെടുക്കുന്നു. ഈ മാഘ ഉത്സവത്തിന്റെ ആ സമയത്ത് സപ്തനദികൾ ഭാരതപ്പുഴയിലൂടെ ഒഴുകുന്നു എന്നാണ് സങ്കല്പം. അതിനാൽ തന്നെ ഈ ദേവി പൂജയാണ്, ഈ സപ്തനദികളെ പൂജിക്കുന്ന ഒരു പൂജയാണ് നിള ആരതിയും. അത്തരത്തിലുള്ള പുണ്യതീർത്ഥത്തിൽ കുളിക്കുന്നത് പുണ്യമാണ് എന്നാണ് കരുതുന്നത്. ഇതിനാൽ തന്നെ നിരവധി ഭക്തർ ഭാരതപ്പുഴയിൽ ഈ മഹാമാഘ സമയത്ത് സ്നാനം ചെയ്യുവാനായി എത്തുന്നു. അങ്ങനെ എല്ലാ തരത്തിലും പ്രദേശവാസികൾ കേരളം ഏറ്റെടുത്തൊരു പറഞ്ഞതുപോലെ കുംഭമേള നമുക്കറിയാം, ലക്ഷോപലക്ഷം ജനങ്ങളാണ് കുംഭമേളയ്ക്കായി അവിടെ എത്തുന്നത്. അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് പോലെ തന്നെ ഇപ്പോൾ കേരളത്തിൻ്റെ കുംഭമേളയായി ഈ മഹാമാഘ മഹോത്സവം തിരുനാവായിൽ തുടരുമ്പോൾ നമ്മുടെ ജനങ്ങളുടെയൊക്കെ ഒരു പങ്കാളിത്തം, അല്ലെങ്കിൽ അവിടുത്തെ ഒരു അന്തരീക്ഷം, അവിടെ എത്തുന്നവരുടെ ഒരു പ്രതികരണം. ഇന്നലെ മുഴുവൻ അരവിന്ദൻ അവിടെ ഉണ്ടായിരുന്നു, ആ പ്രദേശത്തുണ്ടായിരുന്നു, ആ നിളാതീരത്തുണ്ടായിരുന്നു. അവിടെ എത്തുന്നവരുടെ ഒരു റെസ്പോൺസസ് ഒക്കെ എങ്ങനെയാണ്? തീർച്ചയായും വളരെ സന്തോഷത്തോടു കൂടിയാണ് വിശ്വാസികൾ ഈ കാര്യത്തെ ഏറ്റെടുക്കുന്നത്. നാട്ടുകാരും ഒപ്പം തന്നെ ഇവിടെ എത്തുന്ന ഭാരതപ്പുഴ വരുത്തുന്ന വാമുഹൂർത്ത സന്നിധിയിലെത്തുന്ന എല്ലാ ആളുകളും വളരെ സന്തോഷത്തോടു കൂടി മഹാമാഘ ഉത്സവത്തെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. നേരത്തെ ചില ആശങ്കകളെല്ലാം ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു ഇവിടുത്തെ താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്. ഒപ്പം കഴിഞ്ഞ ദിവസം തമിഴ്നാട് സർക്കാർ ത്രിമൂർത്തി സംഗമസ്ഥാനത്തേക്ക് അവിടുന്ന് എഴുതുന്ന രഥയാത്രയ്ക്കുള്ള അനുമതി നിഷേധിച്ചിരുന്നു. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്തു നിന്നായിരുന്നു ഇന്നലെ രഥയാത്ര ആരംഭിച്ചിരുന്നത്. എന്നാൽ അത് ഒരു ആഘോഷമായി രഥയാത്രയായി നടത്താനുള്ള നീക്കങ്ങൾക്ക് തമിഴ്നാട് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്തായാലും 22-ന് രഥം ഇവിടെ എത്തും. പാലക്കാട് നിന്ന് യാതൊരു തടസ്സങ്ങളില്ലാതെ ഇവിടെ രഥം എത്തും. പക്ഷേ ഇത്തരത്തിലുള്ള ആശങ്കയൊക്കെ ഉണ്ടാകുമ്പോഴും ഇവിടെ ഭാരതപ്പുഴയിൽ തിരുനാവായിൽ ഇതിനെയൊന്നും ബാധിക്കുന്നില്ല. ഉത്സവം കാണാൻ നിരവധി പേർ എത്തുന്നു. ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് എത്തുന്നു. നമുക്കറിയാം, തിരുനാവായ ബലി കർമ്മങ്ങൾക്ക് പുണ്യമായ സ്ഥലമാണ്. ഇവിടെ പിതൃക്കൾക്കായി ബലിയിടുക എന്നുള്ള ഒരു വിശേഷ കാര്യമാണ്. അതിനാൽ തന്നെ നിരവധി ഭക്തർ ഇവിടെ നേരത്തെ തന്നെ സ്ഥിരമായി എത്തുന്ന സ്ഥലമാണ്. ഇപ്പോൾ കുംഭമേളയ്ക്ക് സമാനമായ മഹാമാഘ ഉത്സവം വന്നതോടുകൂടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തർ ഇങ്ങോട്ടേക്ക് ഒഴുകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ദിവസേന ഏതാണ്ട് ഒരു 50,000-നടുത്ത് ആളുകൾ എത്തുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആദ്യ ദിവസങ്ങളിൽ അത്തരം വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കൃത്യമായൊരു പ്ലാനിങ്, ചില സർക്കാരിന്റെ അനുമതി കിട്ടാൻ വൈകിയത് കാരണം സംഘാടകർക്ക് കൃത്യമായൊരു പ്ലാനിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ നടത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അതിനുശേഷം കാര്യങ്ങൾ സുഗമമായി നടക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന നിള ആരതിയിൽ നിരവധി പേർ പങ്കെടുത്തിരുന്നു. ഇതെല്ലാം മാധ്യമങ്ങളിൽ വാർത്തയായതോടുകൂടി കൂടുതൽ പേർ എത്തും എന്നുള്ള പ്രതീക്ഷ സംഘാടകർ പങ്കുവയ്ക്കുന്നുണ്ട്.
ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പോലീസും നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തുടക്കത്തിൽ ചില പ്രതിസന്ധികളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും തുടർന്ന് ജില്ലാ കളക്ടർ അനുമതി നൽകി അതിനുശേഷം ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം സജീവമായിട്ടുണ്ട്. പോലീസും മറ്റ് ഔദ്യോഗിക വിഭാഗങ്ങളെല്ലാം കൃത്യമായി ഇതിനോട് സഹകരിക്കുന്നു. ഒപ്പം നിരവധി ഭക്തർ എത്തുന്ന ഇവിടെ അമൃതാനന്ദ ആശുപത്രിയെ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ നിന്നുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തർക്ക് വേണ്ട ചികിത്സ നൽകാനുള്ള കാര്യങ്ങളെല്ലാം ഈ കേന്ദ്രത്തിൽ ലഭ്യമാണ്. ആധുനിക സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും നാട്ടുകാരും എല്ലാം കുംഭമേളയോട് വളരെയധികം സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സ്വപ്ന.